back to my channel, your online teacher. നമ്മൾ ഇത്തവണത്തെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങളും വന്നിട്ടുണ്ട്, പ്രതീക്ഷിച്ച ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ പറയുന്നത്. നിങ്ങൾ നമ്മുടെ 5-ാം തീയതിയിൽ വരുന്ന +1 ഇംഗ്ലീഷിന്റെ എക്സാമിലേക്ക് ഈ 5 ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. അത് പഠിച്ചിട്ട് നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് പഠിക്കാം. എന്താണ് സോണറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സോണറ്റ്? സോണറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് റൈമിംഗ് സ്കീമും ഫിക്സഡ് ലൈൻസും ഉള്ള പോയത്തിനെയാണ് സോണറ്റ് എന്ന് പറയുന്നത്. അപ്പൊ വില്യം വേർഡ്സ്വർത്തിന്റെ ടു സ്ലീപ്പ് എന്നത് ഒരു സോണറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോണറ്റ് ആണ്. അപ്പൊ അതൊന്ന് പഠിക്കണം. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രാവൽ ഇൻഫോ. മിക്കവർക്കും അറിയില്ല ട്രാവൽ ഇൻഫോ. ഒരു ബോക്സ് വരച്ചിട്ടേ നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങള്, അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വിസിൻ, ഫുഡുകള്, വേറെ എന്തെങ്കിലും അവിടെ അട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഒരു ബ്രോഷർ പോലെ ചെറുത് 4 മാർക്കിന് ചെറുത് എഴുതിയാൽ മതി. അതാണ് ട്രാവൽ ഇൻഫോ. ആ ട്രാവൽ ഇൻഫോ നിങ്ങൾ പഠിക്കണം കേട്ടോ. പിന്നെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ടൈറ്റിൽ അതിന് എത്രത്തോളം ആപ്റ്റ് ആണ്. ആ ഒരു മാഗിയുടെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ അവൾ ഉണ്ടാക്കിയ ഷില്ലിങ്സ് വെച്ചിട്ടാണ് ബ്രദറിന്റെ ഗ്രേവില് വയ്ക്കാനുള്ള ഫ്ലവർ വാങ്ങിക്കുന്നത്. അപ്പൊ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ടൈറ്റിൽ ആപ്റ്റ് ആണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇനിയും റിപ്പീറ്റഡ് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ 3 ചോദ്യങ്ങൾ പഠിക്കണം. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ലൈവ് TV റിപ്പോർട്ട്. ലഹോളയുടെ ടേക്ക് ഓഫോ അല്ലെങ്കിൽ ടർട്ടിൽ കോളിങ്ങിന്റെ റിപ്പോർട്ട്, ലൈവ് TV റിപ്പോർട്ട് ചോദിക്കുക, അത് പഠിക്കണം. പിന്നെ എസ് എന്തായാലും ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഒരു എസ് അതിൽ നിന്നും ആൻഡ് ദെൻ ഗാന്ധി കെയിമിൽ നിന്നും ഒരു എസ്സയും, പിന്നെ നിങ്ങളുടെ ഒരു സ്പീച്ച്, സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയിട്ട് ഒരു സ്പീച്ചും, ഇങ്ങനെ ഒരു മൊത്തം ഞാൻ 7 ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 7 ചോദ്യം എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. അതുകൊണ്ട് മക്കളെ നിങ്ങൾ ആ 7 ചോദ്യം നല്ല രീതിക്ക് എഴുതി, ChatGPT ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് സിമ്പിൾ സെന്റൻസ് വേണമെങ്കിൽ സിമ്പിൾ സെന്റൻസ് ഒക്കെ ChatGPT തരും. അപ്പോൾ സിമ്പിൾ ആയിട്ടാണെങ്കിലും പഠിച്ചു വെക്കാം മക്കളെ. അത് എന്തായാലും ചോദിക്കും കേട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ടും അത് പഠിച്ചേ പറ്റൂ. +1 ഒത്തിരി വീഡിയോസ് ഇനി പുറകെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.